ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ തുടരുന്ന അതിക്രമങ്ങൾ തടയാൻ ഒടുവിൽ മുഹമ്മദ് യൂനസ് സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. ഹിന്ദു വീടുകൾക്ക് തീയിടുന്ന അക്രമികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് പോലീസ്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് സർക്കാരിന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തെക്ക് കിഴക്കൻ തുറമുഖ നഗരമായ ചാറ്റോഗ്രാമിന് സമീപമുള്ള റൗജൻ മേഖലയിലാണ് ഹിന്ദു കുടുംബങ്ങളുടെ വീടുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ റൗജൻ മേഖലയിൽ ഖത്തർ പ്രവാസികളായ ഷുഖ് ഷീൽ, അനിൽ ഷീൽ എന്നിവരുടെ വീടുകൾ അജ്ഞാതർ തീയിട്ട് നശിപ്പിച്ചു. കൊലപാതക ലക്ഷ്യത്തോടെ വീടിന്റെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് അക്രമികൾ തീ കൊളുത്തിയത്. വീടിനുള്ളിൽ അകപ്പെട്ട 8 കുടുംബാംഗങ്ങൾ ടിൻ ഷീറ്റുകളും മുളവേലികളും മുറിച്ചു മാറ്റിയിട്ടാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഈ ക്രൂരതയുടെ പശ്ചാത്തലത്തിലാണ് കുറ്റവാളികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. സംഭവത്തിൽ 5 പ്രതികളെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം 7ഓളം ഹിന്ദു കുടുംബങ്ങളുടെ വീടുകളാണ് ഈ മേഖലയിൽ കത്തിച്ചാമ്പലായത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അത്യന്തം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മൈമൻ സിംഗിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ മതനിന്ദ ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്നത് വലിയ വിവാദമായിരുന്നു. മാധ്യമ സ്ഥാപനങ്ങൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും നേരെ പോലും ആക്രമണങ്ങൾ തുടരുകയാണ്. 2025 മാത്രം ബംഗ്ലാദേശിൽ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ 184 പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനുഷ്യാവകാശ സംഘടനയായ ഐൻ ഒ സാലിഷ് കേന്ദ്രയുടെ കണക്കുകൾ പറയുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ശൂന്യത തീവ്ര ഇസ്ലാമിക ശക്തികൾ മുതലെടുക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര സമ്മർദ്ദമാണ് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ നടപടികൾ സ്വീകരിക്കാൻ യൂനസ് സർക്കാരിനെ നിർബന്ധിതരാക്കുന്നത്. കേവലം പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ മാറില്ല എന്നും പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും, അത്തരത്തിലുള്ള വ്യർത്ഥമായ പ്രസ്താവനകൾ ആവർത്തിക്കുമ്പോഴും തെരുവുകളിൽ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുകയാണ്. പോലീസിന്റെ പുതിയ നീക്കവും പാരിതോഷിക പ്രഖ്യാപനവും അക്രമികളെ പിന്തിരിപ്പിക്കുമോ അതോ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള മറ്റൊരു നാടകം മാത്രമായിരുന്നോ ഇത് എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.